ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വറ്റൽമുളക്, വെള്ളുള്ളി, ഇഞ്ചി, സവാള ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഈ വറ്റൽമുളക് ഇടാം, ഇഞ്ചി വെള്ളുള്ളി ഇടാം, സവാള ഇടാം. ഇത് നന്നായി ഇളക്കുക. നന്നായി വഴണ്ട് വരുമ്പോഴാണ് ചമ്മന്തിക്ക് ചൂടാറിയിട്ട് ചമ്മന്തി നന്നായി അടിച്ചെടുക്കണം. ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായി വഴണ്ട് വന്നിട്ട് ഇത്ര വഴണ്ടാൽ മതി. കൂടുതൽ വഴണ്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. ഇത്ര മതി. ഇത് മിക്സിയിൽ നന്നായി ഇനി അടിച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ച് ഉപ്പ് ചേർക്കണം. ഞാൻ ചേർത്തില്ല, ഇനിയിപ്പോൾ ഇടും. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ആ ചട്ടിനി ഉണ്ടാക്കട്ടെ കേട്ടോ. ചട്ടിനിക്ക് വേണ്ടിയത് പച്ചമുളകും തേങ്ങയും വേപ്പിലയും. ഞാൻ ഇതിൽ ഇഞ്ചി വെള്ളുള്ളിയൊന്നും ഞാൻ ഇതിലിട്ടില്ല, ചമ്മന്തിയിൽ ഇട്ടതുകൊണ്ട് ഇങ്ങനെ വെറുതെ അടിച്ചെടുത്തിട്ടാണ് ഞാൻ ചട്ടിനി ഉണ്ടാക്കാറ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഒരു 2 മണി ഉലുവ ഇടാം. ഒരു വറ്റൽമുളക്, നമുക്ക് ചട്ടിനി അടിച്ച് ചമ്മന്തി റെഡി. ചട്ടിനിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കാം. നെയ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നെയ് റോസ്റ്റിന് ടേസ്റ്റ് കൂട്ടാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. 1 ടീസ്പൂണ് അരിപ്പൊടി, 1 ടീസ്പൂണ് കടലമാവ്, 1 ടീസ്പൂണ് പഞ്ചസാര. ഇത് മൂന്നും നന്നായി വെള്ളം ഒഴിച്ച് കലക്കണം. നന്നായി കലക്കി ഇതിലത്തെ കട്ട ഉടഞ്ഞതിന് ശേഷം നമ്മൾ നെയ് റോസ്റ്റിൻ്റെ മാവിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. നല്ല മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയ ദോശ ആയിരിക്കും. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒഴിക്കാം. ഇത് മാവിൽ വെച്ചിട്ട് നന്നായി ചേർത്ത് ഇളക്കണം. പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ 2 കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നന്നായി ചിക്കൻ വട്ടിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മിൽമ നെയ്യ് ഒഴിക്കാം. ദോശ ഇനി നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നതിൻ്റെ ശേഷം നമുക്ക് മാറ്റാൻ പറ്റും. നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒന്നും കൂടെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇനി ഇതെടുക്കുക കേട്ടോ. ഇപ്പം നെയ് റോസ്റ്റ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നെയ് റോസ്റ്റ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നെയ് റോസ്റ്റ്, ചട്ടിനി, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.